ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡ് എന്ന ആർട്ടിക് ദ്വീപിന് വേണ്ടി വാശി പിടിക്കുന്ന ട്രംപ് ഒടുവിൽ തന്റെ സൗഹൃദ രാജ്യങ്ങൾക്കും എട്ടിന്റെ പണി നൽകിയിരിക്കുകയാണ്. ഡെൻമാർക്ക് മുതൽ ജർമ്മനി വരെയുള്ള 8 പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവയാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ അസ്വീകാര്യം എന്ന് തുറന്നടിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയനൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള ഈ പുതിയ പടലപ്പിണക്കം ലോക സാമ്പത്തിക രംഗത്തെ എങ്ങോട്ട് നയിക്കും നോക്കാം. അമേരിക്കയുടെ അയൽപ്പക്കത്തുള്ള തന്ത്രപ്രധാനമായ ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഇത് സ്വന്തമാക്കാൻ ട്രംപ് കാലങ്ങളായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം. ഫെബ്രുവരി 1 മുതൽ ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി, നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, നെതർലാൻഡ്, UK എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവ നൽകേണ്ടി വരും. ഇത്രയും കൊണ്ട് തീരുന്നില്ല ട്രംപിന്റെ വാശി. ജൂൺ 1 ആകുമ്പോഴേക്കും ഈ നികുതി 25% ഉയർത്തുമെന്നാണ് ഭീഷണി. ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വിൽക്കാൻ ഡെൻമാർക്ക് സമ്മതിക്കുന്നത് വരെ ഈ ശിക്ഷ തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇതൊരു ഭീഷണിയാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഇത് അംഗീകരിക്കാനാവില്ല, അംഗീകരിക്കാൻ പാടില്ല എന്നാണ് മാക്രോൺ പറഞ്ഞത്. യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം ഡെൻമാർക്കിന് പിന്നിൽ അണിനിരക്കുകയാണെന്നും മാക്രോൺ വ്യക്തമാക്കി. ട്രംപ് ഇത്രയധികം ഗ്രീൻലാൻഡിന് പിന്നാലെ കൂടുന്നത് എന്തിനാണ്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രതിരോധം. അമേരിക്കയുടെ ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് ഗ്രീൻലാൻഡ് അത്യന്താപേക്ഷിതമാണ് എന്ന് വൈറ്റ് ഹൗസ് വിശ്വസിക്കുന്നുണ്ട്. 2, ചൈനയുടെയും റഷ്യയുടെയും ഭീഷണി. തങ്ങൾ ഈ ദ്വീപ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചൈനയോ റഷ്യയോ ഇത് കൈവശപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ വാദത്തെ ഡെൻമാർക്കും ഗ്രീൻലാൻഡിലെ ജനങ്ങളും പുച്ഛിച്ചു തള്ളുകയാണ്. തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. ട്രംപിന്റെ ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള മോഹത്തിനെ കാണുന്നത്. ഇതിനോടകം തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലും ട്രംപിനെതിരെ മുദ്രാവാക്യങ്ങളും ബാനറുകളും ഒക്കെയായി തെരുവിലിറങ്ങിയിരിക്കുന്നത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്നും ഈ നീക്കത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ നികുതി യുദ്ധം യൂറോപ്പിനെയും അമേരിക്കയും ഒരുപോലെ ദരിദ്രരാക്കുമെന്ന് അവർ ഓർമ്മിപ്പിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധം പോലുള്ള വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഈ ഭിന്നത റഷ്യയ്ക്കും ചൈനയ്ക്കും ആഘോഷിക്കാൻ വക നൽകുമെന്നാണ് യൂറോപ്യൻ നേതാക്കളുടെ പക്ഷം. ട്രംപിന്റെ ഈ നീക്കം കേവലം ഒരു വ്യാപാര തർക്കമല്ല, മറിച്ച് നാറ്റോ സഖ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തിരിച്ചടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ഈ പോര് മുറുകുകയാണ്. ട്രംപിന്റെ ഈ താരിഫ് അറ്റാക്കിന് മറുപടിയായി യൂറോപ്യൻ യൂണിയൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഫെബ്രുവരി 1 മുമ്പ് ഒരു ഒത്തുതീർപ്പ് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആഗോള വിപണിയിൽ വലിയൊരു വിലക്കയറ്റത്തിന് തന്നെ ഇത് കാരണമായേക്കാം. വരും ദിവസങ്ങളിൽ ട്രംപ് അയയുമോ അതോ യൂറോപ്പ് വഴങ്ങുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.